നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരിനെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ചരട് വലിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. MA ബേബി ജനറൽ സെക്രട്ടറി ആകുമെന്നുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ബേബിയെ വെട്ടാൻ വേണ്ടി മണിക് സർക്കാരിനെ രംഗത്തിറക്കാൻ പിണറായി തീരുമാനിച്ചത്. ഇതിന് പിണറായി വിജയന് പ്രകാശ് കാരാട്ടിൻ്റെ സഹായമുണ്ട്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി, അതായത് CPM ജനറൽ സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി വഹിക്കുന്നത് പ്രകാശ് കാരാട്ടാണ്. പ്രകാശ് കാരാട്ട് എക്കാലവും പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്തയാളായിരുന്നു. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലയളവിലൊക്കെ പിണറായി വിജയനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ MA ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നാൽ പിണറായിക്ക് കേരളത്തിലെ പാർട്ടിക്കുള്ളിലുള്ള ആ പിടി ഒന്ന് അയയുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ പിണറായി വിജയൻ പാർട്ടിയിലെ ഏകഛത്രാധിപതിയാണ്. ഒരു ഇല പോലും പിണറായിക്കെതിരെ കേരളത്തിലെ പാർട്ടിയിൽ അനങ്ങില്ല. എന്നാൽ MA ബേബിയെ പോലൊരു മലയാളി, അതും കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു നേതാവ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയാൽ പിന്നെ പിണറായിയുടെ പിടി കേരളത്തിലെ പാർട്ടിയിൽ അയയും. അദ്ദേഹത്തെ എതിർക്കുന്നവർ, പിണറായിയുടെ പാർട്ടിയുടെ എതിരാളികൾക്ക് ഒന്ന് തല ഉയർത്താനും സ്വരം ഉയർത്താനും അവസരം ലഭിക്കുമെന്ന് പിണറായി വിജയൻ കരുതുന്നു. KK ശൈലജ, G സുധാകരൻ, തോമസ് ഐസക് തുടങ്ങിയ പിണറായി പ്രഖ്യാപിത എതിരാളികൾക്ക് തലയുയർത്താനുള്ള അവസരം MA ബേബി ജനറൽ സെക്രട്ടറി ആയാൽ ഉണ്ടാകുമെന്നാണ് പിണറായി വിജയന്റെ ഭയം. അതുകൊണ്ട് ബേബിയെ ഒരു കാരണവശാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല, അതിന് താൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ പിണറായി വിജയൻ. പിണറായിയെ ഇക്കാര്യത്തിൽ അനുനയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പാർട്ടിക്കുള്ളിൽ നിന്നും അറിയുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും അതിന് വഴങ്ങില്ല എന്നാണ് അറിയുന്നത്. MA ബേബിയാണ് ഇപ്പോൾ പൊളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയർ നേതാവ്. സീനിയർ നേതാവ് എന്ന് ഉദ്ദേശിച്ചത് MA ബേബി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബേബിയുടെ കേട്ടെഴുത്തുകാരും പകർത്തെഴുത്തുകാരും ഒക്കെ ആയിരുന്നു ഈ പ്രകാശ് കാരാട്ടും മരിച്ചുപോയ സീതാറാം യെച്ചൂരിയും ഒക്കെ. അക്കാലം മുതൽ തന്നെ CPMന്റെ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ആളാണ് MA ബേബി. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെത്തുകയും 2 തവണ ചെറുപ്പത്തിൽ തന്നെ രാജ്യസഭാംഗമാവുകയും ചെയ്തു. ഏതാണ്ട് 35 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ആദ്യം രാജ്യസഭാംഗമായത്. അതുകൊണ്ട് തന്നെ MA ബേബി വളരെ പ്രമുഖനായിട്ടുള്ള നേതാവായാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം PBയിലെത്തിയത് കുറച്ച് വൈകിയാണെന്ന് മാത്രം. കാരണം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായി ഏതാണ്ട് 2 ദശാബ്ദത്തോളം തുറന്നതിന് ശേഷമാണ് PBയിലെത്തുന്നത്. ഏതായാലും CPMന്റെ ഇന്ന് അഖിലേന്ത്യാ തലത്തിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് MA ബേബി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി ആകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും ജനറൽ സെക്രട്ടറി ആക്കില്ല എന്ന പിടിവാശിയിലാണ് പിണറായി വിജയൻ. കാരണം MA ബേബിയെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കിയാൽ കേരളത്തിലെ CPMൽ പിണറായി വിജയനുള്ള അപ്രമാദിത്വം തകരും. അതൊരിക്കലും പിണറായി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ MA ബേബിയെ സൈഡ് ലൈൻ ചെയ്തൊന്നും മാറ്റി നിർത്തി പ്രകാശ് കാരാട്ടിൻ്റെ സഹായത്തോടെ മണിക് സർക്കാരിനെ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കാനാണ് ഇപ്പോൾ പിണറായി നീക്കം നടത്തുന്നത്. നേരത്തെ സീതാറാം യെച്ചൂരിയെ മാറ്റി, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ സമയത്ത് സീതാറാം യെച്ചൂരിയെ മാറ്റി രാമചന്ദ്രൻ പിള്ളയെ, കേരളത്തിൽ നിന്നുള്ള രാമചന്ദ്രൻ പിള്ളയെ, രാമചന്ദ്രൻ പിള്ളയെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ഒരു കളി പിണറായി കളിച്ചിരുന്നു. പക്ഷേ യെച്ചൂരി വളരെ ശക്തനായതുകൊണ്ടും അദ്ദേഹത്തിന് പാർട്ടിയിൽ നല്ല പിടിയുള്ളത് കൊണ്ടും മറ്റ് സംസ്ഥാനങ്ങളിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെല്ലാം സീതാറാം യെച്ചൂരിയുടെ പുറകിൽ അടിയുറച്ചു നിന്നുകൊണ്ടും പിണറായിയുടെ ആ പണി പാളിപ്പോയി. എന്നാൽ ഇത്തവണ പണി പാളില്ല എന്ന് ഉറപ്പിച്ചാണ് പിണറായി നീങ്ങുന്നത്. MA ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കാതെ മണിക് സർക്കാരിനെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് പിണറായി കരുക്കൾ നീക്കുന്നത്.